ഇപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ശത്രുദോഷം തോന്നുകയാണ്, ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, എല്ലാ ബുദ്ധിമുട്ടും വരികയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയിട്ട് നമുക്ക് പരിഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജ്യോതിഷടുത്ത് ചാർട്ട് കിട്ടും, അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ കുറച്ച് കുരുമുളക് വാങ്ങിക്കാം. ശുദ്ധമായ കുരുമുളക് വാങ്ങിച്ച് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. വേറൊരു പാത്രത്തിലെടുത്തിട്ട് ദിവസവും 108 കുരുമുളക് എണ്ണിയെടുക്കുക. 108 കുരുമുളക് എണ്ണിയിട്ട് നമ്മുടെ ദേവീ മാഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമുണ്ട്. ശൂലേന പാഹിനോ ദേവി ഖഡ്ഗേന ചാമ്പിക്കുന്ന 2 വരിയുണ്ട്. ഈ 2 വരി ജപിച്ച് ഈ കുരുമുളക് ഇട്ട് വയ്ക്കുക. ഓരോ കുരുമുളക് ഇടുമ്പോഴും ഈ 2 വരി ജപിക്കുക. കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുക. കുളിച്ച് ശുദ്ധമായിട്ട് വേണം ചെയ്യാനായിട്ട്. സന്ധ്യ കഴിഞ്ഞിട്ടായിരിക്കും നല്ലത്. ഇങ്ങനെ 108 കുരുമുളക് ഇട്ട് വെച്ച് അങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് ഇട്ട് വയ്ക്കാം. സ്ത്രീകളാണെങ്കിൽ ആ പീരീഡ് സമയം കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം 22-ാമത്തെ ദിവസം ഒരു ചുവന്ന വട്ടിൽ കിഴികെട്ടി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ സമർപ്പിച്ചാൽ നമ്മുടെ ശാന്തതയുണ്ടാവും. നമ്മുടെ ശത്രുദോഷത്തിന് വളരെയധികം ശത്രു എന്നുള്ള മിത്രമായിട്ട് വരും നമ്മളിലേക്ക്. ശത്രു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിനോട് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാർ അത് മാറി നമ്മളോട് മിത്രമായി വരും. വളരെ പവർഫുള്ളാണ് കേട്ടോ ഈ കാർഡ് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടല്ല, പക്ഷെ നമ്മൾ ജപിക്കാത്തൊരു പണിയാണ്. 108 പ്രാവശ്യം ജപിക്കണം. 108 പ്രാവശ്യം ഓരോ കുരുമുളകും ജപിച്ച് വേണം ഇടാനായിട്ട്. ഇങ്ങനെ ചെയ്തത് ധാരാളം ദോഷങ്ങൾ മാറിയതായിട്ട് എനിക്കറിവുണ്ട്. ഞാനും അവർക്ക് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം സാമ്പത്തികം ഇല്ലാത്തൊരു പൂജ ചെയ്യണം എങ്ങനെയാണ്, അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്താണ്.